കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ വനംവകുപ്പിന്റെ മെഗാ തെരച്ചിൽ തുടരുന്നു. രാവിലെ തുടങ്ങിയ തെരച്ചിൽ വൈകിട്ട് വരെ നീളും. ജനവാസ കേന്ദ്രത്തിലെത്തിയത് 8 വയസ്സ് പ്രായമുള്ള പെൺകടുവയെന്നും ദൃശ്യം ലഭിച്ചതായും നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. ഒരു മാസത്തിനിടെ തലപ്പുഴയിൽ പലയിടങ്ങളിലായി കടുവ എത്തിയതോടെയാണ് ജനങ്ങൾ ഭീതിയിലായത്. വനംവകുപ്പിന്റെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതിന് പിന്നാലെ പലരും കടുവയെ നേരിൽ കാണുകയും ചെയ്തു. രാത്രി മുഴുവൻ പട്ടി വരെയാ. ഈ കടുവയെ കണ്ടിട്ടാണ് അങ്ങനെയായിരിക്കും. ഇത്ര നാളും അങ്ങനെ കുറയ്ക്കുന്നില്ലായിരുന്നല്ലോ, കുറച്ച് കുറയ്ക്കുള്ളൂ. ഇത് വെളുക്കുന്നവരെയും പട്ടി വരെയാ. ആ പേടിയിലാണ്, പുറത്തിറങ്ങലില്ല. സാധാരണ 9-9:30 ആകുമ്പോഴാണ് അടയ്ക്കല്. കുറച്ച് നേരത്തെ 6:30 ആയപ്പോഴത്തേക്കും എല്ലാവരും പോയി. സ്ഥലത്ത് ആൾക്കാർ ആരുമില്ല, എല്ലാവരും ഭയങ്കര പേടിയിലാണുള്ളത്. ഇതോടെയാണ് പ്രദേശത്ത് മെഗാ തിരച്ചിലിന് തീരുമാനമായത്. തലപ്പുഴ 43 മൈൽ, ജോൺസൺ കുന്ന്, കമ്പിപ്പാലം, കരിമാനി, പാരിസൺ എസ്റ്റേറ്റിനോട് ചേർന്ന വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ. അടിക്കാടുകൾ നിറഞ്ഞ മേഖലകളിലും എസ്റ്റേറ്റുകളിലും RRT സംഘം പ്രത്യേക തിരച്ചിലും നടത്തും. വനാതിർത്തിയിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. കടുവ ഉണ്ടെങ്കിൽ അതിനവിടെ നിന്ന് ഓടിച്ചു വിടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേലിൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഇതുണ്ടാവും. അഥവാ കടുവ ഉണ്ടെങ്കിൽ പോകുന്ന സമയത്ത് റോഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട കോന്നിയിൽ എലിയിറക്കൽ മില്ലിന് സമീപം പുലിയിറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കിണറ്റിലകപ്പെട്ട പുലിയെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. കിണറ്റിലേക്ക് കൂടിയിറക്കിയാണ് പുലിയെ പിടികൂടിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 വയനാട്.